എൻ്റെ അപ്പോൾ ഇതൊക്കെ കണ്ടോ, നമ്മുടെ നാട്ടിൽ ചുറ്റു കൊള്ളുമ്പോഴാണ് ഇതേ ഇവിടെ ഇമാതിരി ക്ലൈമറ്റ്, പൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും കോടയും ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഗ്രീനറി നോക്കിയേ, തേയില ചെടികളൊക്കെ അങ്ങനെ നല്ല പച്ച അണിഞ്ഞ് നിൽക്കുകയാണ്, നല്ല പച്ചപ്പണിഞ്ഞ് നിൽക്കുകയാണെന്ന് പറയാം. വേവർലി എസ്റ്റേറ്റ്, അങ്ങനെ ഒരു പേര് തന്നെ ചിലപ്പോൾ പലരും, ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു എസ്റ്റേറ്റ് ഇതിനകത്ത് ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. എന്തല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നതും, ഇതൊക്കെ നമ്മൾ കാണണം കേട്ടോ. ഇതും നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഇനി നമുക്ക് NEPCയുടെ ടീ പ്ലാന്റേഷൻ ഒന്ന് കാണാൻ പോയാലോ. ഭയങ്കര രസമുള്ള കുറേ എസ്റ്റേറ്റുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്രെയിമേ നോക്കിയേ, ചെറിയ ഒരു ചാറ്റൽ മഴ, അന്തരീക്ഷമാകെ ഇങ്ങനെ നേരത്തെ മഞ്ഞിൻ്റെ പടലം. വറുമൈ എണ്ണെ ഭയന്ന് വിടാതെ, കൊറോണവ കണ്ട് കലങ്കി വിടാതെ. യാത്രകളുടെ ദൈവം തികച്ചും വ്യത്യസ്തനാണ് കേട്ടോ. നമ്മളെപ്പോൾ എവിടത്തേക്ക് യാത്ര ചെയ്യണം, എവിടെ ഇരിക്കണം, എവിടെ നിന്ന് ആഹാരം കഴിക്കണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് യാത്രയുടെ ദൈവമാണ്. നമ്മൾ വിചാരിക്കുന്നതൊക്കെ ചിലപ്പോൾ നടക്കണമെന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആക്ച്വലി ഇന്നത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുതുമല ടൈഗർ റിസർവിൽ ഞാൻ റൂം ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്നലെ അവിടെ നിന്ന് ഒരു ആനി മാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശബരി നിങ്ങളുടെ ബുക്കിംഗ് ക്യാൻസൽ ആയിരിക്കുകയാണ്, അവിടെ റെനോവേഷൻ നടക്കുന്നു, അതുകൊണ്ട് അത് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സോ അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടൊരു സ്ഥലമാണ് ദേ ഇവിടെ, NEPC ടീ ഗാർഡൻ. NEPC എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും. അതായത് 1993 മുതൽ 97 വരെ ഉണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് എയർലൈൻസ് ആയിരുന്നു. NEPCയുടെ ടീ ഗാർഡനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഇവിടുത്തെ ഈ പോകുന്ന വഴിയിലെ ഒരു ഹയസ്റ്റ് മോട്ടറബിൾ പോയിൻ്റാണ്. ആക്ച്വലി ഇവിടെ മിസ്റ്റ് ഫോർമേഷൻ ഏരിയ ആണെന്ന് പറയാം. ഈ ലോക്കൽ ഏരിയ പറയുന്നത് മിസ്റ്റ് സ്പ്രെഡിങ് സോൺ എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റ് ഇങ്ങനെ സ്പ്രെഡായി ഇങ്ങനെ മലകളിലേക്ക് വ്യാപിക്കുന്നത്. ആ ഒരു ഏരിയ ആണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് NEPCയുടെ ടീ പ്ലാന്റേഷൻ ഒന്ന് കാണാൻ പോയാലോ. ഭയങ്കര രസമുള്ള കുറേ എസ്റ്റേറ്റുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്രെയിമേ നോക്കിയേ, ചെറിയ ഒരു ചാറ്റൽ മഴ, അന്തരീക്ഷമാകെ ഇങ്ങനെ നേരത്തെ മഞ്ഞിൻ്റെ പടലം, അതിലൂടെ കടന്നു വരുന്ന ആ ട്രാക്ടർ, എന്നാ എൻട്രി നോക്കിയല്ലേ, മാസ് എൻട്രി. ശരിക്കും നമ്മൾ വന്നപ്പോൾ കിട്ടിയ ഒരു വേനൽ മഴ എന്ന് പറയാം ഇത്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ക്ലൈമറ്റ്, ഇത്രയും നല്ലൊരു കാഴ്ച നമുക്ക് സമ്മാനിക്കാൻ പറ്റിയത് കേട്ടോ. ഇവിടെ കുറേ ചേട്ടന്മാർ നിൽപ്പുണ്ട്, ഇവിടുത്തെ തൊഴിലാളികളാണ്. ഇവരെയും കൂട്ടി, ഇവർ നൈസായിട്ട് നമുക്ക് നമ്മളെ കാറിൽ കയറ്റിയിട്ട് ഇവരെയും കൂട്ടിയിട്ട് നമുക്ക് എസ്റ്റേറ്റ് ഫുള്ളൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം. എല്ലാവരും പേര് ചൊല്ലിടുങ്ക. என்னுடைய பேர் ராஜ்கண். 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 ஓகே. நம்ம பேரு? என் பேர் தங்கவேலுங்க. என் பேர் செந்தில்குமார். സെന്തിൽകുമാർ. ഓക്കെ. എന്നാ ഭംഗി നോക്കിയാലേ, എന്നെ ഒരു ഫ്രെയിം അല്ലേ ആ തേയിലത്തോട്ടത്തിൻ്റെ താഴെ ആ ഒരു പള്ളി. ഇനി ഇതുവരെ നിങ്ങൾ കാണാത്തൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി അതിൻ്റെ ബോർഡാണ് ഫസ്റ്റ് കാണിച്ചു തരാനുള്ളത്. ഇതെന്താണെന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കിക്കൊള്ളേ. ക്രിച്ചി എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ചിലപ്പോൾ ഈ ടി ഡിവിഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടെന്നുള്ളതും ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളതും. ആക്ച്വലി നമ്മളൊക്കെ നാട്ടിലെ ഡേ കെയർ ആണിത്. അതായത് ഇവിടെയും ഡേ കെയർ ഉണ്ട് കേട്ടോ. ടി എസ്റ്റേറ്റിലൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് ഇവിടെ വന്ന് കുട്ടികളെ ചേർത്തിട്ട് പോകാം. അപ്പോൾ ഇവിടെ കുട്ടികളെ നോക്കിക്കോളും, അതിനായിട്ട് സ്റ്റാഫും ഉണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഡേ കെയർ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്, അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസിലാണ് ഈ ഒരു ഡേ കെയർ ഇരിക്കുന്നതെന്ന് പറയാം. ഇത് ഒരാൾ അവിടെ ഇരുന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ നമുക്കിനി ഡേ കെയറിനകത്തേക്ക് കയറാം. ദേ പുറത്ത് തന്നെ കാണാൻ പറ്റും കേട്ടോ, കുറേ കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ചപ്പലുകൾ കിടക്കുന്നുണ്ടോ. ഒന്ന് രണ്ട് മുറികളുണ്ട് ഇതിനകത്ത്. ഓ ദേ ഇവിടെ ഒരാൾ സുഖമായിട്ട് കിടന്നുറങ്ങുക കേട്ടോ. നല്ല തണുപ്പൊക്കെ അടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക. हेलो हाय, तुम्हारा नाम क्या है? मर्सला। ये छोटा का नाम क्या है? बेरा।
ഫുഡ് കൊടുത്തതിന് ശേഷം ഓരോ കുട്ടികളെയും സ്വെറ്റർ പുതപ്പിച്ചിട്ടാണ് തൊട്ടിലിടുന്നത് കേട്ടോ. അതും ഇവിടെ ഉള്ള കുട്ടികളൊക്കെ തന്നെയാണ് കുറേ ചെയ്യുന്നതെന്ന് പറയാം. ഇത് നോക്കി നമ്മളവിടെയൊക്കെ ഇങ്ങനെ ഒരു കൊച്ചു ഇതുപോലെയൊക്കെ ചെയ്യുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കേട്ടോ. എന്താല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നതും. ഇതൊക്കെ നമ്മൾ കാണണം കേട്ടോ. ഇതും നമ്മുടെ ഇന്ത്യയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതിന് കമ്പനിക്ക് നമുക്ക് എന്തായാലും ഒരു ഹാൻഡ്സ് ഓഫ് കൊടുത്താലേ പറ്റൂ. കാരണം അല്ലെങ്കിൽ ഇവരെയൊക്കെ കുട്ടികളെ എന്ത് ചെയ്യുമായിരുന്നു. ഇതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ വരെ മനസ്സലിയിപ്പിക്കുന്ന ഒരു കാഴ്ച കേട്ടോ. നമ്മുടെയൊക്കെ കുട്ടികൾ ലക്ഷങ്ങൾ അല്ലെങ്കിൽ ആയിരങ്ങൾ വിലയുള്ള കട്ടിലും ബെഡിലും ഒക്കെ കിടക്കുമ്പോൾ ഇവിടെ ഒരു വലിയ ജനസമൂഹത്തിലെ കൊച്ചു കുട്ടികൾ കിടക്കുന്നുണ്ടോ, സ്വെറ്റർ പൊതിച്ച് തറയിൽ പായൊക്കെ വിരിച്ച്. ശരിക്കും ഇത് കാണുന്നവരുടെ എല്ലാവരുടെയും മനസ്സൊന്ന് അലിയും കേട്ടോ. ഇനി നമ്മൾ ആസാമികളാണ്, ഹിന്ദിക്കാരാണെന്ന് പറഞ്ഞാലും അവരും മനുഷ്യരാണ്. ഇത് കണ്ടോ, ശോ എന്താ അല്ലേ കാഴ്ച. നോക്കി ഇതിനകത്തും രണ്ടുപേരുണ്ട് കേട്ടോ. ഇവിടെ ഇനിയും തൊട്ടിലുകൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇവരെയൊക്കെ ഈ തൊട്ടിൽ താഴ്ത്തിയിട്ട് ഇതിൽ കിടത്തും. അതെ, ഒരാളവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ തൊട്ടിൽ അതേ കണക്ക് ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരാളുണ്ട് കേട്ടോ. അയ്യോ അയ്യോ അയ്യോ. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട്. ഈ മഴ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ ഇത്രയും നല്ല കാഴ്ചകൾ കിട്ടില്ല എന്ന് വന്നേക്കാം. അപ്പോൾ ഈ ഒരു എസ്റ്റേറ്റിൻ്റെ പേരാണ് വേവർലി എസ്റ്റേറ്റ് കേട്ടോ. ഈ വേവർലി എസ്റ്റേറ്റിൽ നമ്മൾ എത്തിയപ്പോൾ മുതൽ നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ് മഴയും. എൻ്റെ അപ്പോൾ ഇതൊക്കെ കണ്ടോ, നമ്മുടെ നാട്ടിൽ ചുറ്റും കൊള്ളുമ്പോഴാണ് ഇതേ ഇവിടെ ഇമാതിരി ക്ലൈമറ്റ്, പൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും കോടയും ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഗ്രീനറി നോക്കിയേ, തേയില ചെടികളൊക്കെ അങ്ങനെ നല്ല പച്ച അണിഞ്ഞ് നിൽക്കുകയാണ്, നല്ല പച്ചപ്പണിഞ്ഞ് നിൽക്കുകയാണെന്ന് പറയാം. ഈ അടുത്ത് എൻ്റെ അടുത്ത് ആരോ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ, ചേട്ടാ ഇപ്പോൾ വീഡിയോസൊക്കെ കുറവാണല്ലോ, നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞല്ലേ എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് കൂടെ ഉള്ളൊരു മറുപടിയാണ് കേട്ടോ അത്. ഇങ്ങനെ ഒരു ഏരിയ ഒന്നും മിക്കവാറും ആരും കണ്ടു തന്നെ കാണത്തില്ല. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും ഒരു 10-50 സ്ഥലം എനിക്ക് കാണിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കുണ്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമ്മൾ കാണാതെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ, ഇനിയും ഭൂമിയുടെ ഉള്ളറയിലേക്ക് ഒരുപാട് ആൾക്കാരും ഒരുപാട് ജീവിതങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത്. വേവർലി എസ്റ്റേറ്റ് ശരിക്കും പറഞ്ഞാൽ ആ വാൾപ്പാറയിലൂടെ നമ്മൾ ആ വാട്ടർഫോൾ എസ്റ്റേറ്റിൻ്റെ അതുവഴി അല്ലെങ്കിൽ നമ്മുടെ കാർവർ മാഷയുടെ ആ സ്റ്റാച്യുവിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല അകത്തേക്ക് ഇത്രയും വലിയൊരു ലോകം ഉണ്ടെന്നുള്ളത്, ഇത്രയും കാണാൻ മനോഹരമായിട്ടുള്ളൊരു ലോകം ഉണ്ടെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാനും ഭയങ്കര വണ്ടർ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു കാഴ്ചയും ഇങ്ങനെ ഒരു മഴയും ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. നാട്ടിലെ ചൂടിനൊക്കെ ഭയങ്കര ഒരു ആശ്വാസമുണ്ട് ഇവിടെ വന്നപ്പോഴേ. வறுமை எண்ணி பயந்து விடாதே, கொரோனாவை கண்டு கலங்கி விடாதே, கலங்காதே அம்மா கலங்காதே. வீடு வீடு ஓட்டு கேட்டங்க, எங்களை எல்லாம் தவிக்க விட்டங்க. മുടിഞ്ഞതാ? அவன் முடிஞ்சது. അപ്പൊ ചേച്ചി ഇതേ ഇവിടെ ഉള്ള തേയില വെച്ചിട്ട് ഒരു ടീ തരാന്ന് പറഞ്ഞു. ടീ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ടീ நல்லா இருக்கு. ஆனா பால் கொஞ்சம் கம்மியா இருக்கு. കമ്പനിന്ന് കൊടുക്കുന്ന ചായയാണോ? ஹலோ, எப்படி இருக்குங்க? சாப்பிட்டு முடிச்சாச்சா? என்ன ஸ்பெஷலுங்க? இங்க மொத்தம் பருப்பு சாம்பார் தானா? இன்னைக்கு வந்து பருப்பு சாம்பாரா இல்ல டெய்லி பருப்பு சாம்பாரா? சிக்கன் மட்டன் ஏதாவது சாட்டர்டே சண்டே ஞாயிற்றுக்கிழமை சண்டே? அப்ப நாளைக்கு எங்க வரோம். மட்டன் இருக்குமா சிக்கன் இருக்குமா? ரெண்டுமே இருக்கா? அப்ப நான் கண்டிப்பா வரேன். சரி சரி, ஓகே, பை பை.
ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ വാൾപ്പാറയിലെ ഫോട്ടോ പോയിൻ്റാണ്. ഓർമ്മയുണ്ടോ? ആ രണ്ട് സൈഡിലും അങ്ങനെ ചെടികൾ വെച്ച് പിടിപ്പിച്ച്, ഒരു മഞ്ഞയും പച്ചയും കലർന്ന ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാൾപ്പാറ വരുമ്പോൾ ഫോട്ടോ എടുക്കുന്ന ആ സ്പോട്ട്. അത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. എത്രത്തോളം സൂം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എത്ര ഫോട്ടോസ് എടുത്തിട്ടുണ്ടല്ലേ, പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലം പുറകിലുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ലെന്നുള്ളതാണ്. വേവർലി എസ്റ്റേറ്റ്, അങ്ങനെ ഒരു പേര് തന്നെ ചിലപ്പോൾ പലരും, ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു എസ്റ്റേറ്റ് ഇതിനകത്ത് ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് വാൾപ്പാറയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വാട്ടർഫോൾ എസ്റ്റേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഒരു വാട്ടർഫോൾ എന്നിങ്ങനെ വലിയ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തന്നെ ഒരു റൈറ്റ് ടേൺ ആണ് ഈ വേവർലി എസ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വേവർലി എസ്റ്റേറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ പോയിന്റിലേക്കൊക്കെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് പറയാം. ഇവിടെയും ഒരുപാട് ടീ പ്ലാന്റേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ലൈൻ കോട്ടേജസ് ഉണ്ട്, ഒരുപാട് തൊഴിലാളികളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ എസ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവരാരും ഇവിടത്തുകാരല്ല. വർഷങ്ങൾക്ക് മുന്നേ തന്നെ തിരുനെൽവേലി, രാജപാളയം, തെങ്കാശി, പെരിയാങ്കുളം ഇങ്ങനെയുള്ള ഡ്രൈ ലാൻഡ്സ് നിന്ന് ഇവിടെ കുടിയേറി പാർത്തവരാണെന്ന് പറയാം. അതായത് ജീവിതത്തിനായിട്ട് ഈ മല കയറി വന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ തിരുനെൽവേലിയിലേക്ക് ഒരു അവസ്ഥ വർഷങ്ങൾക്ക് മുന്നേ നമുക്കറിയാം, വളരെ തരിശ് ഭൂമിയായിരുന്നു. കുറേ ഡാമുകളൊക്കെ വന്നതിന് ശേഷമാണ് ഇന്ന് നാം കാണുന്ന തമിഴ്നാടായി മാറിയെന്ന് പറയാം. അപ്പോൾ അന്നത്തെ കാലത്ത് ഇവർക്കൊന്നും ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലായിരുന്നു, അന്ന് ഭക്ഷണമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് അറിയാതെ പോകുന്ന ഒരു കാര്യം കൂടെയുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിരുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു, ആഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഒരുപാട് മരണങ്ങൾ നടന്നിരുന്നത് ഭക്ഷണമില്ലായ്മ കൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടി മല കയറിയവരാണ് ഇന്ന് ഇവിടെ കാണുന്ന പല തൊഴിലാളികളെന്ന് പറയാം. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു ജനസമൂഹത്തെ നിലനിർത്തിയത് പോലും ഇത്തരം ടീ എസ്റ്റേറ്റുകളും ടീ കമ്പനികളും ഒക്കെയാണ് കേട്ടോ. വേതനം വളരെ കുറവായിരുന്നെങ്കിലും പട്ടിണി കിടക്കാതെ ജീവിക്കാൻ പറ്റി അടുത്തൊരു തലമുറയെ വാർത്തെടുക്കാൻ ഈ കമ്പനികളും ഈ ടീ എസ്റ്റേറ്റുകളും സഹായിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാണുന്ന എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ മക്കളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പുറത്തൊക്കെ പോയി ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം ടാങ്കുകൾ പൊതുവേ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ തേയിലത്തോട്ടങ്ങളിൽ മരുന്ന് കലക്കാൻ ഉപയോഗിക്കുന്ന ടാങ്കാണ്. ഓരോ ഏരിയയിലേക്ക് നമ്മളെ തേയിലയ്ക്ക് മരുന്നടിക്കത്തില്ലേ, അപ്പോൾ അത് കലക്കാൻ ഉപയോഗിക്കുന്ന ടാങ്കാണിത്. ഇന്നും ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ പൊതുവെ സഞ്ചാരികൾ എത്തിപ്പെടാത്ത ഇത്തരം സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ പൊതുജനങ്ങൾ എത്തിപ്പെടാത്ത ഇത്തരം സ്ഥലങ്ങളിൽ ഇന്നും ഇവിടെ മെയിൻ ഒരു ആശ്രയം എന്ന് പറയുന്നത് ആ കാണുന്ന പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോഴാണ്. இங்கே வந்து ஏதாவது அனிமல் பிரச்சனை இருக்கா? இது கரடி, புலி, சிறுத்தை, ஆனை இருக்குங்க. இருக்கு. ஆனால் யாருக்கும் எந்த தொந்தரவும் இல்லை. ஓ, ஆனாலும் யாருக்கும் எந்த தொந்தரவும் இல்லை. வந்து அது பாட்டில் நம்ம பேசாமட்டு அது பேச முடியும். ஓ, நம்ம பேசாமல் இருந்தால் அது அப்படியே போயிடும். ஓ, கரடி எல்லாம் அப்படிதான் இங்கே. വളരെ മനോഹരമായിട്ടുള്ള വാൾപ്പാറയിലെ നമ്മുടെ കവർക്കലിലാണ് നമ്മളുള്ളത്. നമ്മുടെ NEPCയുടെ ബംഗ്ലാവിലായിരുന്നു ഞാൻ താമസിച്ചത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയുടെ, അല്ലെങ്കിൽ ഈ ഒരു ബംഗ്ലാവിൻ്റെ, ഈ ഒരു എസ്റ്റേറ്റിൻ്റെ GM ആണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. ഹായ് സർ. ഹായ് സർ, നമസ്കാരം. ദിവാകരനാണ്. സാർ മലയാളിയാണല്ലേ? അതെ, ഞങ്ങൾ കണ്ണൂരുകാരാണ്, പക്ഷേ സെറ്റിൽഡ് ചെന്നൈയാണ്. അപ്പോൾ ഇതൊരു പുതിയ അസൈൻമെന്റ് ചാലഞ്ച് ആയിട്ട് എടുത്തിട്ട് വന്നതാണ്. അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ സ്ഥലത്തിന് പറയാ മൗണ്ട് സ്റ്റുവർട്ട് എന്ന് പറയും. NEPCന്റെ ടീ ഗാർഡൻസിലെ മൗണ്ട് സ്റ്റുവർട്ട് ആണ്. ഇതിലൊരു 430 ഏക്കറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ടീ ഗാർഡന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതൊരു 5500 ഫീറ്റ് ആ റേഞ്ചിലുള്ള ഒരു ഹില്ലാണ്. ഇതിനെ ചുറ്റുപാടും നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരു കുറേ മലകൾ കാണും. നമ്മളിത് 31st ബെൻഡിലാണുള്ളത്. വാൾപ്പാറയിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് 40 ഹെയർപിൻ ബെൻസാണ്. അതിൽ നമ്മളുള്ളത് 31ാമത്തെ ബെൻഡിലാണ്. അപ്പോൾ ഈ 29 മുതൽ 31ാമത്തെ ബെൻഡ് വരെ നിങ്ങൾ കയറിക്കൊണ്ട് പോവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇറക്കാണ് വാൾപ്പാറക്ക്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുന്ന സമയത്ത് യു ക്യാൻ സേ ദിസ് ഈസ് ദ ഹയസ്റ്റ് പീക്ക്. അപ്പോൾ ഇവിടെ എന്താ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവറി 2 hours നിങ്ങൾക്ക് ഈ ക്ലൈമറ്റ് ഈ വെതർ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മഞ്ഞ് വരുന്ന മാതിരി ഉണ്ടാവും. അത് നിങ്ങളെ കംപ്ലീറ്റ് എൻഗൾഫ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആവും. പിന്നെ ഒരു ചെറിയ തണുപ്പ്, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ചെറിയ ചാറൽ മഴയുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു വെയിൽ. അപ്പം വെയിൽ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18-22 ഡിഗ്രി ആണെങ്കിലും കൂടി അതൊരു തണുപ്പുള്ള ഒരു വെയിലാണ്. അപ്പോൾ അതിൽ നമ്മൾ വന്നിരിക്കാനുള്ളൊരു സുഖം ഇവിടെ കിട്ടും.
നൈറ്റായപ്പോൾ വേറൊരു മൂഡായി കേട്ടോ. ചെറിയ ലൈറ്റുകളൊക്കെ ഇട്ടു. നൈറ്റാണ് ഇവിടെ കുറേ ഗസ്റ്റുകൾ വരുന്നത്. ആ ഗസ്റ്റുകൾ ആരൊക്കെയാണെന്നും അവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഭയങ്കര രസകരമായിട്ടുള്ള ആക്ടിവിറ്റീസും ഗസ്റ്റിനെയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗസ്റ്റ് വരുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, ബട്ട് അവരുടെ ആക്ടിവിറ്റീസും ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇൻട്രസ്റ്റിംഗ് ആണ്. വായോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത്. ഈ മരം കണ്ടോ? ഈ മരത്തിൻ്റെ തോല് കംപ്ലീറ്റ് കണ്ടോ അടർന്നു പോയിരിക്കുകയാണ്. ഇത് ആക്ച്വലി അടർന്നു പോയതല്ല, ഇത് അടർത്തി എടുത്തതാണ്. മാനുകൾ ഇഷ്ടം പോലെ ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മാനുകൾ, കാടിനകത്തു നിന്ന് മാനുകൾ ഇറങ്ങി വന്നിട്ട് ഈ മരത്തു നിന്ന് ഇങ്ങനെ അടർത്തി എടുത്ത് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ഗസ്റ്റിൻ്റെ വികൃതികൾ കാണിച്ചു തരാം. അതായത് ഇവിടെ ചെടിച്ചട്ടിയിൽ നിറയെ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നു കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട നമ്മൾ കെയർടേക്കർ ഇഷ്ടം പോലെ ചെടികൾ വെച്ച് പിടിപ്പിക്കും. പക്ഷേ ഇവിടെ വന്ന് വേറൊരാൾ അത് മൊത്തം കടിച്ച് തീർക്കും. ഇതേ കണ്ടോ, ഫുള്ള് കടിച്ചു തീർക്കും. ഇതാരാണെന്ന് മനസ്സിലായോ? കാട്ടുപോത്ത് രാത്രിയാകുമ്പോൾ വന്നിട്ട് ഫുള്ള് ചെടി കഴിച്ച് തീർത്തിട്ട് പോകുന്നതാണ്. ഇനി ഇവന്മാരാരുമല്ല ഭീകരൻ, യഥാർത്ഥ ഭീകരൻ, കൊടും ഭീകരൻ വരാൻ പോകുന്നേ ഉള്ളൂ. അത് കാണിച്ചു തരാം. രാത്രിയാകുമ്പോൾ ഇവിടുത്തെ VIP വരും. കാട്ടിലെ VIP ആരാ? VIP വരുന്ന വഴിയാണ് ദേ ഈ കാണുന്നത് കണ്ടോ. ഇതുവഴി ഇങ്ങനെ ഇറങ്ങി വരും. അവിടെ നിന്ന് കാടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതുവഴി കയറി വരും. ആശാൻ വന്ന വഴിയാണ്, 2 ദിവസം മുന്നേയൊക്കെ വന്ന വഴിയാണ് ഇത് ഇവിടെ ഇടിച്ചിട്ടിരിക്കുന്നത് കണ്ടോ. ഫുള്ള് ഇടിച്ചിട്ടിട്ട് ഇതാണ് അതിൻ്റെ പാത്ത്. അതായത് ഈ വൈൽഡ് ആനിമൽസ് എല്ലാം വന്നിട്ട് ഇങ്ങനെ കയറി ഇതിലേ ഇറങ്ങി താഴേക്ക് പോകും. താഴെ നമ്മുടെ ഫാക്ടറിയുടെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നില്ലേ, അവിടെ പോകും. അപ്പോൾ ഇതാണ് മിക്ക വൈൽഡ് ആനിമൽസിൻ്റെയും പാത്ത്. അടച്ചിട്ട മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സും വലുതാവും. അതാണ് യാത്ര നമ്മൾക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ അത്തരമൊരു യാത്രയിലാണ് നമ്മളും. നമ്മുടെ വാൾപ്പാറയിലാണ് നമ്മളുള്ളത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനിയും ഒരുപാട് വിശേഷങ്ങളും കഥകളും ഒക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കും. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം. അതുപോലെ സ്ഥിരം പ്രേക്ഷകരുടെ അടുത്ത് പറയണ്ടല്ലോ, എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ വാരി വിതറിയേക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു കിഡ് ടു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.